കർത്താവ് നമ്മളെ ഒരിക്കലും ഒരു സ്ഥലത്തും നമ്മളെ കൈവിട്ടിട്ടില്ല. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കി വിധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ ജീവിതത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ഈ ആരാധനാലയത്തിൽ നിൽക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ ബ്രോക്കണാണ്. അവരുടെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഈ ഓൺലൈനിൽ കാണുന്ന നിങ്ങളോടും ഈ ചർച്ചിൽ നിൽക്കുന്നവരോടും പറയാം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ, എൻ്റെ പിതാവ് എന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല. നമ്മൾക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് തോന്നും, കൈവിട്ടെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നിങ്ങൾ ആരും ഏകരല്ല. പക്ഷെ ഭയങ്കര ലോൺലെസ്സാണ് ഞാൻ അനുഭവിക്കുന്നത്, ഭയങ്കര ഏകാന്തത ഞാൻ അനുഭവിക്കുകയാണ്. പക്ഷെ മക്കളെ, ആ ഏകാന്തതയിൽ, ആ ഒറ്റപ്പെടലിൽ ഒരു റിലേഷനും നിങ്ങൾക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിരുന്നൊരു കർത്താവുണ്ട്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എഴുന്നേൽക്കുക, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ പടകെടുത്തു. യേശു കർത്താവിനെ കൂട്ടിക്കൊണ്ട് അവർ അക്കരയ്ക്ക് യാത്ര ചെയ്തു. അവരുടെ വള്ളത്തിനകത്ത് വെള്ളം എരച്ചു കയറി, തിരമാലകൾ അടിച്ചു. അവർ നിലവിളിച്ചു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങളെക്കുറിച്ച് ഒരു കൺസേണും നിനക്കില്ലേ? നിന്റെ ശബ്ദം കേട്ടോണ്ടാ ഞങ്ങൾ ഈ പടകെടുത്തേ. നിന്റെ വാക്കിന്റെ പേരില്ല ഞങ്ങൾ ഈ രാത്രിയിൽ ഈ യാത്ര ചെയ്യുന്നത്. തിരമാലകളുടെ ഹുങ്കാര ശബ്ദങ്ങൾ യേശുവിനെ ഉണർത്തിയില്ല. ആർത്തലയ്ക്കുന്ന തിരമാല ഉറങ്ങുന്ന, അമരത്തുറങ്ങുന്ന ക്രിസ്തുവിന്റെ മുടി മുതൽ പാദം വരെ ഒഴുകിയിട്ടും, വെള്ളം കോരി ഒഴിച്ചിട്ടും യേശു ഉണർന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഒരു നിലവിളി അവൻ കേട്ടത്, നാഥാ, അപ്പാ. തിരമാലകൾക്ക് അവനെ ഉണർത്താൻ കഴിഞ്ഞില്ല. ശിരസ് മുതൽ പാദം വരെ ഒഴുകിയ വെള്ളത്തിന് അവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ അവന്റെ മക്കളുടെ നിലവിളി അവൻ കേട്ടപ്പോൾ, അവന്റെ മക്കളുടെ പ്രാർത്ഥന അവൻ കേട്ടപ്പോൾ, അവൻ അമരത്ത് എഴുന്നേറ്റു. ഇന്ന് എന്നോട് ഇങ്ങനെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല.